കടുത്ത ഭിന്നതയ്ക്കും ഗ്രൂപ്പ് പോരിനുമിടെ വയനാട്ടിൽ നിന്ന് കെ.സി. വേണുഗോപാലും കെ. സുധാകരനും എത്തുന്നു. ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടക്കുന്ന ജില്ലാ നേതൃയോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പങ്കെടുക്കും. യു.ഡി.എഫ് കൺവീനർ കെ. വിശ്വനാഥൻ രാജിവെച്ചതുൾപ്പെടെയുള്ള വിവിധ സംഘടനാ വിഷയങ്ങളാണ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. വയനാട്ടിൽ സംഘടനാ സംവിധാനമില്ലെന്നും നയിക്കുന്നത് ഉപജാപക സംഘമാണെന്നും ആഞ്ഞടിച്ചാണ് കെ.പി.സി.സി. അംഗം കെ. വിശ്വനാഥൻ യു.ഡി.എഫ് കൺവീനർ സ്ഥാനം രാജിവെച്ചത്. ഡി.സി.സി. പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചൻ എ ഗ്രൂപ്പ് പ്രവർത്തനം മാത്രമാണ് നടത്തുന്നതെന്ന ആക്ഷേപത്തിന് പിന്നിൽ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് 53,000-ഓളം വോട്ടാണ് കുറഞ്ഞത്. ജില്ലയിലെ 576 ബൂത്ത് കമ്മിറ്റികളിൽ 200 എണ്ണം മാത്രമാണ് പ്രവർത്തിച്ചത്. കടുത്ത ഗ്രൂപ്പ് ഭിന്നതയാണ് ഇതിന് കാരണമെന്ന വിമർശനം പരിഹരിക്കാതെ നേതൃത്വത്തിന് മുന്നോട്ടു പോകാനാവില്ല. എന്നാൽ അത് എളുപ്പവുമല്ല. കെ. വിശ്വനാഥൻ നിരവധി തവണ കെ.പി.സി.സിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പരിഹരിക്കാൻ ശ്രമമുണ്ടായില്ല. ഇക്കാര്യം കൂടി പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ രാജി. മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനകളിൽ വിഭാഗക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിയതിൽ തുടങ്ങിയ പ്രതിഷേധമാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. കെ.പി.സി.സി. വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരാണ് ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കുന്നത്. ഡി.സി.സി. പ്രസിഡന്റിനെ നിഴലിൽ നിർത്തി സിദ്ദിഖ് കാര്യങ്ങൾ നിർവഹിക്കുകയാണെന്ന ആക്ഷേപം ഒരു വിഭാഗത്തിനുണ്ട്. ഇതിൽ എൻ.ഡി. അപ്പച്ചനും ജില്ലയിൽ നിന്നുള്ള മറ്റ് കെ.പി.സി.സി. അംഗങ്ങൾക്കും പ്രതിഷേധവുമുണ്ട്. രാഹുലിനു പകരം പ്രിയങ്ക എത്തുന്നതും ചില നേതാക്കൾക്കല്ലാതെ ആവേശവും ഉണ്ടാക്കിയിട്ടില്ല. പുനഃസംഘടനയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ താളം തെറ്റിയതോടെ ഇനി അനുനയ സാധ്യതകളുമില്ല. ഈ സാഹചര്യങ്ങളിലാണ് ജില്ലാ നേതൃയോഗം ഇന്ന് നടക്കുക. തമ്മിലടി തീർന്നാലേ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാനാവൂ എന്നതിനാൽ സംഘടനാ ചുമതലയുള്ള എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ കണ്ടേക്കും. പരസ്യ പ്രതികരണം നടത്തുകയും കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്ത കെ. വിശ്വനാഥനെതിരെ നടപടി ആവശ്യവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ അതും ഗ്രൂപ്പിനെ പ്രകോപിപ്പിക്കുമെന്നതിനാൽ സാധ്യതയില്ല. പരസ്യ പ്രതികരണങ്ങളുമായി കൂടുതൽ പേർ രംഗത്തെത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നതിനാൽ നേതൃത്വം തലവേദനയിലാണ്. കൈരളി ന്യൂസ്, വയനാട്.